ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സീക്രട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അതായത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു അവസരത്തിൽ നിങ്ങളെക്കുറിച്ച് സീക്രട്ടായിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. സീക്രട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. സീക്രട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് സീക്രട്ട് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? സീക്രട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് സീക്രട്ടായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, സീക്രട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് സീക്രട്ടായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടു കാർഡ്സ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? സീക്രട്ടായിട്ട് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സൺ ഒരാൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. മേ ബി അത് നിങ്ങളായിരിക്കാം. ഇപ്പോൾ വളരെയധികം സൈലൻ്റ് ആയിട്ട് നിങ്ങളിങ്ങനെ മാറിപ്പോകുന്നുണ്ടാകാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ മാറി വളരെയധികം സൈലൻ്റ് ആയിട്ടുണ്ടാകാം. നിങ്ങൾ വളരെയധികമായിട്ട് ആ വ്യക്തിയെ ചേസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുമാറാനായിട്ട് കഴിയുന്നില്ല. പല സിറ്റുവേഷൻസിലും ഈ ഒരു വ്യക്തിയുമായിട്ട് ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്ന് പോലും നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട്. ചില പ്രത്യേക അവസരങ്ങളിൽ ഈ ഒരു വ്യക്തിയുടെ പെരുമാറ്റം ആകാം, ചില സംസാര രീതികളാകാം, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വന്നതുകൊണ്ടാകാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ കുറച്ചൊന്ന് മാറി നിൽക്കണം, കുറച്ചൊന്ന് മൂവ് ഓൺ ചെയ്യണം എന്നൊക്കെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവാം. ഈ ഒരു ഡിസിഷൻ എടുത്ത നിമിഷം മുതൽ എല്ലാവരുടെയും കാര്യമല്ല, വളരെ കുറച്ച് ആളുകളാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ, ആ ഒരു ഡിസിഷൻ എടുത്ത സമയം മുതൽ ആ ഒരു വ്യക്തിക്ക് ഉള്ളിലൊരു പേടി മനസ്സിൽ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ അവരിൽ നിന്ന് വിട്ടുമാറുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് പൂർണ്ണമായി നഷ്ടമാവുകയാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ഇപ്പോൾ ആ വ്യക്തി ചേസ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ തിരികെ കൊണ്ടുവരണം, അതായത് നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്രയും സീക്രട്ട് ആയിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരുന്ന സമയങ്ങളിലൊന്നും തന്നെ ഈ വ്യക്തി ഇത്തരം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങൾ തമ്മിൽ ഇത്രയും ഒരു ഡിസ്റ്റൻസിലായത് മുതൽ അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഈ അവസരത്തിൽ ചിന്തിക്കുന്നതും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അത്രയും ഒരു സ്ട്രോങ് ഫീലിങ്സ് ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു അവസരത്തിൽ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ഈ വ്യക്തിക്ക് അവസരം നിങ്ങൾ കൊടുക്കുക. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അംഗീകരിക്കാത്തതോ അല്ലെങ്കിൽ കാസ്റ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു സ്പേസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടൊരു ഇടം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി കളയാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ ചിലപ്പോൾ
ചേഞ്ച് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാനൊന്നും കഴിയുന്നുണ്ടാവില്ല. മൂവ് ഓൺ ചെയ്യണമെന്നും ആ ഒരു ഡിസിഷൻ എടുത്ത ഒരു സമയം മുതൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഡിസ്റ്റർബ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഭയങ്കര വിഷമത്തിലൂടെ, ഭയങ്കര ഒരു ഡിസ്റ്റർബ് ഫീൽ ചെയ്യുന്നു. അതായത് എന്താ പറയാ, ഒരു എപ്പോഴും ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനോട് നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനും നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാണ്ട് ഇതിൽ പെട്ട് ജഗ്ൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ വ്യക്തിയെ ഒരിക്കലും ആ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് വിട്ട് കളയാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളതെന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്നൊന്നും വിട്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പൊ ആ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ് ഒന്നും തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രണയം നൽകിയിട്ടുണ്ടാവില്ല. നിങ്ങളെ ഒരുപാട് അവഗണിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഇതൊരു സ്ട്രോങ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതായിട്ടുള്ള വ്യക്തികളുണ്ട്. കുറച്ചു പേർക്ക് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ്. വളരെ കുറച്ചു പേർക്ക് അങ്ങനെ ഒരു എനർജി ലഭിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഫേസ് ചെയ്യുന്ന വളരെയധികം സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ എൻഡ്, ഈ ഒരു സിറ്റുവേഷന്റെ എൻഡ് എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷെ തീർച്ചയായിട്ടും അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു റീയൂണിയനിലേക്കാണ് ഈ ഒരു എൻഡ് പോകുന്നത് എന്നാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത്. അതായത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്ന ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അത് ഈ ഒരു റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകുന്നു ഉള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ ഒരു വ്യക്തിയെ മറക്കാനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകാനോ ഒന്നും നിങ്ങൾക്ക് കഴിയില്ല. അത് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് തരത്തിലുള്ള ഒരു തടസ്സങ്ങളുണ്ട്, ഏത് തരത്തിലുള്ള ഒരു തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും, എത്രമാത്രം ഒരു ഡിസ്റ്റൻസിൽ ആണെങ്കിൽ പോലും, എത്ര കാലങ്ങൾ നിങ്ങൾ പിണങ്ങിയിരുന്നാൽ പോലും, ഒരു നോ കോണ്ടാക്റ്റിൽ ഇരുന്നാൽ പോലും ആ വ്യക്തിയുടെ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാനായിട്ട് കഴിയില്ല. അത്രയും വേഗത്തിൽ നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ സാധ്യമാകും, പോസിബിൾ ആണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് പേർക്ക് നിങ്ങൾ ഈ ഒരു റീഡിങ് കേൾക്കുന്ന സമയത്ത് തന്നെ ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാവണം. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അത്രയും പോസിബിലിറ്റി ആണ്. ആ ഒരു പോസിബിലിറ്റി ഒരുപാട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതുമാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ അത്രയും ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്കായിട്ടുള്ള ഒരു പ്രണയമായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്കിവിടെ കിട്ടുകയാണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു എനർജീസ്, വളരെ വൈബ്രന്റ് ആയ എനർജീസ് കിട്ടുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സീക്രട്ടായിട്ട് ഒരുപാട് ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജസ് ജസ്റ്റ് നമുക്ക് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സമയത്ത് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. ഓക്കെ, അവരുടെ സ്നേഹം അൺകണ്ടീഷണൽ ആണ്, ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് എന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്ന് ഈ വ്യക്തി ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. ആ ഒരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ബിക്കോസ് യു ലവ് മീ. ഓക്കെ, അവരാണ് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള അല്ലെങ്കിൽ ഭാഗ്യവതി ആയിട്ടുള്ള ഒരാള് എന്ന് അവർ പറയുകയാണ്. കാരണം നിങ്ങൾ അവരെ സ്നേഹിച്ചു എന്നുള്ള ഒരു കാരണത്താലാണ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഓക്കെ, അവർക്ക് നിങ്ങളില്ലാതെ വളരെയധികം ശൂന്യത അനുഭവപ്പെടുന്നു എന്നാണ് കാണുന്നത്. യു ടച്ച്ഡ് മൈ ഹാർട്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ഹൃദയത്തെ തൊട്ട ഒരു വ്യക്തിയാണ് എന്ന് അവർ ഈ ഒരു സമയത്ത് പറയുന്നു. ഐ വാണ്ട് ടു ടെൽ യു സം മെസ്സേജസ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയാനുണ്ട്. ദിസ് ടൈം ഐ എം നോട്ട് റെഡി, ഗീവ് മീ ടൈം. ഓക്കെ, അവർ വെയിറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടി. അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഈ ഒരു സമയത്ത് അവർ റെഡിയല്ല, കുറച്ച് സമയം അവർക്ക് കൊടുക്കൂ എന്നാണ് അവർ പറയുന്നത്. ഐ മിസ് യുവർ പ്രസൻസ്. നിങ്ങളുടെ പ്രസൻസ് അവർ വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് നമുക്ക് മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ,
Clues related to this reading. Okay. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് സെൻസ് ഓഫ് ഹ്യൂമർ എന്നാണ് കിട്ടിയിരിക്കുന്നത്. വളരെ തമാശയൊക്കെ പറയുന്ന വ്യക്തികളായിരിക്കാം, സെൻസ് ഓഫ് ഹ്യൂമർ നന്നായിട്ടുള്ള വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 13 എന്ന് പറയുന്ന നമ്പർ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോൾ ഓൺ ലെഫ്റ്റ് ചീക്ക്, ലെഫ്റ്റ് സൈഡിലെ കവിളില് മറുകുള്ള വ്യക്തികളായിരിക്കാം, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ബ്യൂട്ടിഫുൾ ഐസ്, കണ്ണുകൾക്ക് എന്തെങ്കിലും നല്ല പ്രത്യേകത ഉണ്ടായിരിക്കാം, നല്ല ഭംഗിയുള്ള കണ്ണുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 2003 എന്ന് പറയുന്ന ഒരു വർഷം കൂടി കിട്ടിയിട്ടുണ്ട്. 54 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 38 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്, ഓക്കെ, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം ഈ പേഴ്സൺ എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ. ടാറ്റു ഓൺ നെക്കിലൊക്കെ കഴുത്തിലൊക്കെ ടാറ്റു ചെയ്ത വ്യക്തികളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. 48 hours ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 1985, ഓക്കെ, 1988 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2 months വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. പെറ്റ് ലവേഴ്സ്, പെറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പെറ്റ്സ് ഒക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിരിക്കാം. 6 days, ഓക്കെ, വീണ്ടും പോസിബിലിറ്റിയാണ്. വയനാട് ഡിസ്ട്രിക്റ്റ്, ഓക്കെ, 2 days പോസിബിലിറ്റീസ് ഒത്തിരി നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ M നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ക്രൈസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് വളരെ ക്രൈസ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. റൈഡിങ് താല്പര്യമുള്ള വ്യക്തി, അപ്പോൾ ക്രൈസ് വണ്ടികളുമായിട്ട് ഒത്തിരി റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ വണ്ടികളോട് ക്രൈസ് ഉള്ള വ്യക്തികളാകാനും റൈഡിങ് ഒക്കെ പോകാനും ഒക്കെ താല്പര്യമുള്ള വ്യക്തികളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നമ്പർ 30 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1994 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 777 എന്ന് പറയുന്നൊരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 5 കിട്ടിയിട്ടുണ്ട്. നമ്പർ 51 കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള വ്യക്തികളാകാം, പെട്ടെന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 44 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 33 ഇവിടെ കിട്ടിയിട്ടുണ്ട്. 39, ഓക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് ചെസ് കളിക്കാനൊക്കെ ഒത്തിരി ആഗ്രഹമുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചെസ് കളി കാണാനും അല്ലെങ്കിൽ അതുമായിട്ട് ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലൂസും അതുപോലെ തന്നെ എനർജീസും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.